ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ടിമ്മും അവൻ അവളെ സഹായിക്കത്തിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ മൊത്തത്തിൽ പേടിച്ചിരിക്കും. എടി ജാൻ, ആ റീസ സത്യത്തിൽ അവനെ കൺവിൻസ് ചെയ്ത് വിളിച്ചോണ്ട് വരുമോ? നമുക്ക് ഫോട്ടോഗ്രാഫർ ഇല്ല, ഇവർ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ആക്രാന്തം പിടിച്ചിരിക്കുക. എന്നിന് അവൻ പേടിക്കുമ്പോഴാണ് അവളും ടിം ഉറപ്പായിട്ട് വരുവാടാ, അവൻ ഇഷ്ടപ്പെട്ട താറാ ഫ്രൈ ഒക്കെ ഇവിടെ ഇല്ല, അവൻ ഓടി വരും. എന്നിന് അവളും പറഞ്ഞിട്ട് പോകുമ്പം ഇവന് ഇവൾക്കെന്താ വട്ടാണെന്ന് പറഞ്ഞ് അവൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പനാണ് ആറ്റം ബോംബിനെ പോലെ റിസയം വന്ന് അവൻ സമ്മതിക്കാത്ത കാര്യം പറയുന്നത്. അതോടെ ഇവർ മൊത്തത്തിൽ തകർന്നുപോയി. ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യും? ഉള്ള ഒരുത്തനും പോയി. ഈ അവസാന നിമിഷം ആരോപിക്കാനാ ഫോട്ടോഗ്രാഫറായിട്ട്. ഏതിനെ കൂട്ടുകാരി വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളും പറയുന്നത്, എന്തായാലും ജാൻ, നമ്മളിങ്ങനെ വെറുതെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ആരെങ്കിലും ഒപ്പിക്കാൻ നോക്കണം. അതുകൊണ്ട് ഞാൻ അരുണോട് ഇപ്പൊ തന്നെ പോയി സംസാരിക്കാം. ഷൂട്ടിങ്ങിന്റെ സമയം കുറച്ച് മാറ്റി വയ്ക്കാൻ. ഒന്നെങ്കിൽ അവൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് സമയം മാറ്റി വയ്ക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ നൈസിന് ഇവിടെ നിന്ന് പുറത്താക്കും. എന്തായാലും നമുക്ക് ഫേസ് ചെയ്യാം. എന്നിന് അവളും പറയുമ്പോഴാണ് കൂട്ടുകാരി ആരെയെ കൊണ്ട് ഷോക്കായിട്ട്, എടി റീസ, നമ്മളെ ആരും പുറത്താക്കാൻ പോകുന്നില്ല, നീ ഒന്ന് അവിടെ നോക്കേ ആരാ വരുന്നതെന്ന്. ഏതിന് ഇവ രണ്ടിനും കൂടെ നോക്കുമ്പോഴാണ് ടിമ്മും ക്യാമറയായിട്ട് അവിടെ മാസ് എൻട്രി കാണിക്കും. ഇത് കണ്ടതോടെ അവളും മൊത്തത്തിൽ ഷോക്കായി അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സ്റ്റെപ്പ് ഇരിക്കുന്ന കാണാതെ അളിയൻ തറയിലേക്ക് അങ്ങ് വീഴും. ഇത് കണ്ട് അവർ ഷോക്കാകും. അപ്പനാണ് അവനും ഭാഗ്യം ആരും കണ്ടില്ലെന്നാ തോന്നുന്നത്. എന്നിന് അവനും ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് നൈസിന് അവരുടെ അടുത്തേക്ക് വരും. ഹായ്, എനിക്കൊന്നും കുഴപ്പമില്ല. ഏതിന് അവനും ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരും. അതിനുശേഷം അവനും വെഡിങ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ റെഡിയാകും. കൊള്ളാം, ചേച്ചിയുടെ ദേഹത്ത് കൈ നിന്നിട്ട് ആ നൈസ് ഫോട്ടോ. എന്നിന് അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവരും പ്രശ്നമെല്ലാം കഴിഞ്ഞ് നിറഞ്ഞ് സന്തോഷത്തിരിക്കും. അതിനുശേഷം ടിമ്മും അവർക്ക് ഓരോ ബോസ് പറഞ്ഞു കൊടുത്ത് ഡിഫറൻറ്റ് സ്റ്റൈലിൽ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് റിസയും അവളറിയാതെ തന്നെ അവന് വായി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഈ ഡീൽ അറേഞ്ച് ചെയ്തെന്ന ലേഡിയുടെ സ്റ്റാഫും വന്നിട്ട്, റീസ, നീ എന്തിനാ ചിരിക്കുന്ന? എന്നിന് അവരും ചോദിച്ചിട്ട് സൈലന്റ് ആകും. അങ്ങനെ ഇപ്പൊ ഈ കല്യാണം നടക്കുന്നത് തായ്ലാന്റിലാണ്. അങ്ങനെ കല്യാണത്തിന് വരുന്ന ഗസ്റ്റിനെല്ലാം വെൽക്കം ചെയ്യാൻ വേണ്ടി കൂട്ടുകാരി അവിടേക്ക് ചെല്ലും. ഹലോ, എന്റെ പേര് ജാൻ, ഞങ്ങളുടെ കമ്പനിയാണ് ഈ കല്യാണം അറേഞ്ച് ചെയ്യുന്നത്. എന്നിന് അവള് പരിചയപ്പെടുത്തുമ്പോഴാണ് അദ്ദേഹവും ഞങ്ങൾ ആ പെണ്ണിന്റെ പാരന്റ്സ് എന്ന് പരിചയപ്പെടുത്തും. മായ, നിന്റെ മുറുക്കും പപ്പടം ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്, ഇത് ആര് തട്ടിക്കൊണ്ടുപോകാനാ? എന്നിന് അവിടെ ഒരു കപ്പിൾസ് തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് മോനിക്കയുടെ അമ്മയും ഇവരുടെ ഒരു അരുന്റെ അച്ഛനമ്മയും. ഏതിന് അവരവൾക്ക് പരിചയപ്പെടുത്തും. നിങ്ങളൊന്നും പേടിക്കണ്ട, അവരെപ്പോഴും ഇങ്ങനെ ചുമ്മാ തമാശക്ക് അടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മിക്കവാറും ജൂനിയറിന്റെ പേരും പറഞ്ഞ് അടി നടക്കുന്നത്. ഏതിന് അവര് പറയുമ്പോഴാണ് ഇത് കേട്ട അവളും, ജൂനിയറോ, അതാരാ? ഏതിന് അവളും ചോദിക്കുമ്പോഴാണ് ജൂനിയർ ഒരു പട്ടിയാന്ന് കാണിക്കുന്നത്. അങ്ങനെ അതിനെ വിളിച്ചോണ്ട് പോകുന്ന അറിഞ്ഞ ഉടനെ ഇവളും മൊത്തത്തിൽ പേടിച്ചിരിക്കും. പട്ടിയുടെ അടുത്ത് തന്നെ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ്, ജൂനിയർ, ഞാൻ നിന്നെ കഴിക്കാൻ വേണ്ടി കുറെ സ്നാക്സ് ഉണ്ടെന്നുണ്ട്. എന്നിട്ട് അരുന്റെ അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ട അമ്മയും ദേശത്തി, ജൂനിയറിനെല്ലാം കൊണ്ടുവന്ന്. എടോ, എനിക്ക് എപ്പോഴെങ്കിലും വിശക്കുന്നു താൻ ചോദിച്ചിട്ടുണ്ടോ? എപ്പോ നോക്കിയാലും അരുണിന്റെ പട്ടിയെ തന്നെ നിങ്ങൾ കെയർ ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് അവരുടെ ഒരു വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതേസമയം ഇവിടെ കപ്പിൾസിനെ വെച്ച് ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കും. ഞങ്ങൾ ഒന്നേരം കാരണം തന്നെ ജൂനിയറും തന്നെ പറയാം. എന്നിട്ട് അരുണും പറയുമ്പോഴാണ് ഇത് കേട്ട അവനും, റീസ, ഈ ജൂനിയർ ആരാ? എന്നിട്ട് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും, എനിക്കെങ്ങനെ അറിയാടെ മണ്ട ജൂനിയർ ആരാന്ന്, അവൻ എന്താന്ന് വെച്ചാൽ പറയട്ട്, നമുക്ക് ഷൂട്ടിംഗ് നടന്നാൽ മതി. എന്നിട്ട് അവരണ്ടും കൂടെ ഇവരെ വെച്ച് ചോദ്യം ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവരുടെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് വൊമിറ്റ് വരും. ഇത് കണ്ടിട്ട് അവനും, റിസ, ഇപ്പോഴൊന്നും വൊമിറ്റ് ചെയ്യല്ലേ, നാണം കെടും പിന്നെ. ഇതിന് അവനും പറയുമ്പോൾ അവള് വൊമിറ്റ് അടക്കാൻ പറ്റാതെ അവിടെ നോടിപ്പോകും. ഇത് കണ്ടായിരുന്നു എന്തോ പ്രശ്നം ചോദിക്കുമ്പോഴാണ് അവൾ ഓടിച്ചെന്ന് അവിടുത്തെ കണ്ണാടി ഇടിച്ച് നിൽക്കും. ഇത് കണ്ട് അവനും പേടിച്ച് അടുത്തേക്ക് ചെല്ലും. റിസ, എന്തോ പറ്റി? നിനക്കൊന്നും പ്രശ്നമില്ലല്ലോ, എന്തോ പറ്റി? കണ്ണൊക്കെ അടിച്ചു പോയോ? പേടിക്കണ്ട, നിനക്ക് സെറ്റ് ആവുന്ന ഒരു പയ്യനെ പെട്ടെന്ന് തന്നെ കിട്ടും. ഏതിന് അവനെ അവളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരെ കണ്ട് പെണ്ണിനും ജലസാവും. അതിനുശേഷം ടിമ്മും അവന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴാണ് അവിടേക്ക് റിസയും ഓടി എത്തിയിട്ട്, എടാ നീ എവിടെ പോവാ? എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, എന്റെ പണി കഴിഞ്ഞില്ല, നീ വന്നാ നന്നായി, എനിക്ക് പൈസ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യും, അല്ലെ നീ കൈ തന്നെ തരാൻ പോകണം, എന്തായാലും നിന്റെ ഇഷ്ടം, എനിക്ക് പൈസ കിട്ടിയാൽ മതി. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, സോറി, നമ്മുടെ ജോബ് ഇതുവരെ കഴിഞ്ഞില്ല, ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ പൈസ എടുത്തോളൂ. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, എടി നീ എന്തോ പറയുന്നത്, ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്തെന്നില്ല. ടീം, ഞാൻ പറയുന്നേക്ക്, നിന്റെ ഫോട്ടോസ് ഒക്കെ ആ കപ്പിൾസിന് കുറെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഈ വെഡിങ് ഫുള്ളും നീ വേണം ഫോട്ടോ എടുത്തു തരാൻ. എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവനും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട്, നോക്കിക്കേ, ഞാൻ കല്യാണത്തിന് മുമ്പ് ഫോട്ടോ എടുക്കാൻ മാത്രമേ വന്നുള്ളൂ, ഇവിടെ ഫുൾ സമയം നിൽക്കുക എനിക്ക് വയ്യ, മര്യാദയ്ക്ക് എന്റെ പൈസ, ഞാൻ പോവാ. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും കൈ പിടിച്ചിട്ട്, പ്ലീസ് ടീം, നീ ഇവിടെ നിന്ന് പോവല്ലേ, ഒരു തവണ മാത്രം എനിക്ക് ഹെൽപ്പ് ചെയ്യും, എന്തായാലും നീ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ വന്ന്, അവസാനം വരെ ഹെൽപ്പ് ചെയ്തിട്ടോ, ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പോയാ അങ്ങനെ. എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത്, അയ്യേ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനല്ല വന്ന്, നിന്റെ രണ്ട് കൂട്ടുകാരില്ലേ അവര് വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന്, നിന്റെ എക്സിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേറെ ആരെല്ലാം കോപ്പിക്ക്, ഞാനില്ല. ഏതിന് അവൻ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് അവളും പുറകെ പോയിട്ട്, എടാ നിനക്കെങ്ങനെ അറിയാം അവൻ എന്റെ എക്സ് ആണ്? ഏതിന് അവള് പുറകെ പോകുമ്പോഴാണ് അവനും പറയുന്നത്, ദാ അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടല്ലേ, അവൾ എന്നോട് പറഞ്ഞ, വേണം നീ അവളോട് പോയി ചോദിച്ചോ. ഏതിന് അവനും പറയുമ്പോഴാണ് ഇവർക്ക് സഹായിക്കാൻ വന്ന ആ ലേഡിയെ കാണുന്നത്. അങ്ങനെ റിസ അവര് നോക്കി അവിടെ പണിവാളി നിറഞ്ഞ് അവരങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് അവളും പറഞ്ഞിട്ട്, എടാ ഒരു സെക്കൻഡ് നിക്ക്, ഞാൻ നിനക്ക് 1 ലക്ഷം തരാം, ഈ കല്യാണം മാത്രം ഒന്ന് കഴിയട്ട്, അതിനുശേഷം നീ എവിടെന്ന് വെച്ചോ പോയിക്കോ, ഞാൻ നിന്നെ ശല്യപ്പെടുത്തത്തില്ല. എന്നിന് അവളും കെഞ്ചുമ്പോഴാണ് അവനും പറ്റത്തില്ലെന്ന് അതിന് പോകാൻ നോക്കും. അപ്പോഴാണ് അവളും അവന്റെ ബാഗ് തട്ടി പറിച്ച് കൈ വെച്ചിട്ട്, ഇനി നീ എങ്ങനെ പോവടാ? ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഇടി ഞാൻ എന്തിനാണ് നിന്നെ സഹായിക്കുന്നത്, എനിക്ക് നിന്നെ ഓർത്തിട്ട് ചിരിയാ വരുന്നത്, ഈ 1 വർഷം ഞാൻ എവിടാന്ന് പോലും അന്വേഷിക്കാത്ത നീ, നിനക്കൊരു ആവശ്യം വരുമ്പം ഇപ്പൊ എന്റെ ഹെൽപ്പ് ആണോ? അല്ലേ, നീ ഒരു മൈൻഡ് ഗെയിം കളിക്കുന്ന പെണ്ണാടി, ചുമ്മാതല്ല ആ ഇന്ത്യൻ ഗൈ നിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയ. ഏതിന് അവനും പറഞ്ഞ ഉടനെ അവളും ദേഷ്യത്തി ആ ബാഗ് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും കുറച്ച്
കുറച്ച് ഓവറായിട്ട് പറഞ്ഞെന്നറിഞ്ഞ് ഫീൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവളും പുറകെ കൂടെ വന്ന് അവനെ ചവിട്ടി കളയും. എന്നെ കുറിച്ച് അനാവശ്യം പറയാൻ നീ ആരാടാ എന്നിട്ട് അവനെ വെള്ളത്തിലാക്കുമ്പോഴാണ് അവനും പേടിച്ചിട്ട് എടി എന്നെ രക്ഷിക്കടി എനിക്ക് സ്വിമ്മിങ് അറിയത്തില്ല എന്നിട്ട് അവൻ പേടിക്കുമ്പോഴാണ് അവളും അയ്യോ എന്തോ പറ്റി സ്വിമ്മിങ് അറിയത്തില്ല മോന് അത് വലിയ സങ്കടമായി പോയല്ലേ എന്നിട്ട് അവളും കളിയാക്കുമ്പോഴാണ് അവന് വെള്ളത്തിൽ നിൽക്കാൻ പറ്റാതെ മുങ്ങിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവളും പേടിച്ച് ഇനി ഇവനെല്ലാം പറ്റുമെന്ന് വിചാരിച്ച് അവളും ചാടി അവനെ രക്ഷിക്കും. എടാ തോൽവി ഈ വെള്ളത്തിന് ഹൈറ്റ് ഒന്നുമില്ല നീ നോർമലായിട്ട് നിക്ക് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നിട്ട് അവളും പറയുമ്പം അവനും പേടിച്ച് നിലവിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളും മൂക്ക് നോക്കിയാൽ അടി കൊടുത്തിട്ട് മിണ്ടാരാടാ ഇതിനൊക്കെ ആരെങ്കിലും പേടിക്കോ എന്നിട്ട് അവനും പൊക്കി എടുത്തോണ്ട് അവള് പുറത്തേക്ക് പോകും. അപ്പോഴാണ് അവളുടെ അടി കൊണ്ട് അവനും ബോധം കിട്ടി കിടക്കുന്നത്. അതോടെ അവളും ജീവനുണ്ടെല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവൻ അങ്ങോട്ട് ചെരിഞ്ഞിട്ട് എനിക്ക് ജീവനുണ്ട് നീ എന്നെ കൊല്ലല്ലേ ഏതിന് അവനും പറയുമ്പോഴാണ് അവിടെ കരുണും വന്നിട്ട് റീസ് എന്താ പറ്റി നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന് സ്വിമ്മിങ് അറിയത്തില്ല ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവൾ ഷോക്കായി എന്തുവാ നീ ഇപ്പൊ എന്തോ എന്നോട് പറഞ്ഞ ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഓ നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന് സ്വിമ്മിങ് അറിയത്തില്ലെന്ന് ചോദിച്ച എന്നിന് അവനും പറഞ്ഞ ഉടനെ അവളും ദേഷ്യത്തി നിന്നോട് ആരാ പറഞ്ഞു ഇവൻ എന്റെ എക്സ് ബോയ് ഫ്രണ്ടാണ് എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും ബാഗ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴാണ് അതേ സെയിം ലേഡി. അങ്ങനെ ഇവള് കണ്ട ഉടനെ അവർ നൈസിനൊളിയും. അതോടെ അവളും ദേഷ്യം ചിരിച്ചിട്ട് ഇപ്പൊ ഞാനെന്തോ പറയാൻ വരുന്നെന്ന് വെച്ചാ എന്നിന് അവള് സംസാരിക്കാൻ വരുമ്പോഴാണ് അവനും വെയിറ്റ് ഞാൻ തന്നെ പറയാം നീ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവൻ ജസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫർ മാത്രമെന്നാ അല്ലേ എന്റെ അടുത്ത് ഇങ്ങനെ സീക്രറ്റ് ഒന്നും കീപ്പ് ചെയ്യണ്ട എന്നിന് അവനും കളിയാക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി സീക്രറ്റ് ആര് ഇവൻ എന്റെ എക്സ് ബോയ് ഫ്രണ്ടാന്ന് ഞാൻ സീക്രറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു ഇവനൊന്നും എന്റെ എക്സ് അല്ല ഇവൻ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ എന്തിനാ ഇവനെ എന്റെ എക്സ് ബോയ് ഫ്രണ്ടായി നിന്റെ കല്യാണത്തിന് വിളിച്ചോണ്ടിരുന്നത് ഞാൻ എന്തുവാ എന്നെ ഉപേക്ഷിച്ചു പോയ ബോയ് ഫ്രണ്ട് എല്ലാം വിളിച്ച് പാർട്ടി നടത്തുവാണ് എനിക്കെന്തോ വല്ല വട്ട് പിടിച്ചേക്കാണ് ഞാനും ടീം ഇപ്പം ഡേറ്റ് ചെയ്യുന്നേ ഉള്ളു അതുകൊണ്ട് അവൻ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഒന്നല്ല എന്നിന് അവളും പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവനെ സന്തോഷിത്തി ഓ കൺഗ്രാജുലേഷൻ അപ്പൊ ഇവൻ ആക്റ്റീവ് ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് ആണോ ഞാൻ എക്സും തെറ്റിരിച്ച് എന്നിന് അവൾക്ക് ഷേക്കൻഡ് എടുക്കും. അപ്പോഴാണ് അവനും കുറച്ച് സമയം കഴിഞ്ഞ് ബോധം വന്നിട്ട് ഷേ എന്തൊരു മോശമായിട്ടുള്ള സ്വപ്നം നീ നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനോട് നമ്മ രണ്ടും ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇത് ഉള്ളയാണോ സ്വപ്നമാണോ ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവൾ ഉള്ളയെന്ന് പറയും. അതോടെ അവൻ ഷോക്കായി എടി നിനക്കെന്തോ വട്ടാണോ നീ എന്തിനാ അവനോട് ഇതൊക്കെ പറയുന്നത് ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും അത് എനിക്ക് പറയണം തോന്നി നമ്മൾ ഡേറ്റ് ചെയ്യുന്നത് എല്ലാവരും അറിയണ്ടേ അതാ ഞാൻ അവനൊരു ഷോക്ക് കൊടുത്ത് ഏതിന് അവൾ പറയുമ്പോഴാണ് അവനും ആ കൊള്ളാം നിന്റെ ഷോക്ക് നിന്റെ ലക്കേജ് ഒക്കെ എടുത്തുണ്ടോ ഞാൻ ഇവിടെ നിന്ന് പോവാ ഏതിന് അവൻ പറയുമ്പോഴാണ് അവളും ടീം പ്ലീസ് നീ പോവല്ലേ നമ്മൾ ഡേറ്റ് ചെയ്യുന്ന കാര്യം അവ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ നീ ഇപ്പൊ സമാനായ ഏതിന് അവളും പറയുമ്പോഴാണ് അവിടേക്ക് അവളുടെ കൂട്ടുകാരൻ വന്നിട്ട് റീസ ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിക്കുക നിങ്ങൾ രണ്ടും ഇവിടെ ചെയ്യുന്നത് അവിടെ കുറച്ച് കാര്യങ്ങൾ സീനായി നീ പെട്ടെന്നാ ഏതിന് ഇവൻ വിളിക്കുമ്പോഴാണ് അവനും എന്തോ സീനാ ഞങ്ങൾ രണ്ടും ഡേറ്റ് ചെയ്യുന്ന കാര്യം ആരും അറിഞ്ഞതിനേക്കാളും വലിയ സീനാണ് ഏതിന് അവൻ പറഞ്ഞോടെ ഇത് കേട്ട് ഇവന് ഷോക്കായി എന്തുവാ നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഡേറ്റ് ചെയ്യുന്നു എന്നിന് ഇവനും കൂടെ സത്യം അറിയും. കൺഗ്രാറ്റുലേഷൻ ഇതാ എന്റെ ആഗ്രഹം ഏതിന് അവന് സന്തോഷപ്പെടുമ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും എടാ നീ ആദ്യം എന്തോ സീനായെന്ന് പറ അവിടെ എന്തോ പ്രശ്നം എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും അതോ നമ്മളൊരു ഷോ റെഡിയാക്കിയില്ലേ ഫൈറ്റിംഗ് സീൻ അവര് ഷോ നടത്താൻ ഇവിടെ കാണത്തില്ലെന്ന് കാരണം രാവിലെ ഫോട്ടോഗ്രാഫറിനെ ഇടിച്ചിട്ട് വണ്ടിയില്ല അത് ഇവന്മാരുടെ വണ്ടിയാ 2 ടീംസ് ഹോസ്പിറ്റലിൽ കിടക്കുക എന്നിന് അവനും പറഞ്ഞ ഉടനെ അവളും മൊത്തത്തിൽ ടെൻഷനാകും ഇവന്മാർക്ക് വേറെ ദിവസം ഒന്നും കിട്ടില്ല കാർ കൊണ്ട് ഇടിക്കാൻ എന്നിന് അവൾ പേടിക്കുമ്പോഴാണ് അവനും റീസ എന്തായാലും അതിൽ ഒരുത്തന്റെ കൈ മാത്രമേ പോയുള്ളൂ ബാക്കി 3 പേര് പെട്ടെന്ന് തന്നെ എത്തും എന്നിന് അവനും പറയുമ്പോഴാണ് അവളും മൊത്തത്തിൽ ടെൻഷനായി എടാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഈ ഷോ ഗസ്റ്റിനെല്ലാം വെൽക്കം ചെയ്യാൻ വേണ്ടിയാ ആ ലേഡി പറഞ്ഞായിരുന്നു ഇത് മാത്രം നമ്മൾ നടത്തില്ലെങ്കിൽ ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ സ്പോയിൽ ആവുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും റീസ നമ്മളാണെങ്കിൽ വേറെ വെറൈറ്റി ഷോ ചെയ്താലോ എനിക്ക് നല്ല വയറുണ്ട് ഞാൻ വേണേ ബെല്ലി ഡാൻസ് കളിക്കാം എന്നിന് അവൻ പറയുമ്പോഴാണ് അവൾക്ക് ദേഷ്യം വന്നിട്ട് നിന്റെ ബെല്ലി ഡാൻസ് നീ വേറെ എവിടെയൊക്കെ പോയി കളി എന്നിന് അവളും ദേഷ്യത്തി എന്താണെന്ന് അറിയാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടിമ്മിനെ കണ്ട ഒരു ഐഡിയ തോന്നുന്നത് എടാ ടീം അവർക്ക് പകരം നീ ഫൈറ്റിംഗ് ഷോ നടത്താവോ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും പേടിച്ച് എന്തോ ഞാനോ അതൊന്നും നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കല്ലേ നീ അത് എന്നെ വിട്ടാ ഞാൻ പോട്ട് എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ടീം ഇങ്ങനെ പറയല്ലേ എനിക്ക് നീ അല്ലാതെ വേറെ ആരുണ്ട് നീ ഇപ്പൊ മാജിക് മാൻ അല്ലാടാ മൈ ഡിയർ മാജിക് മാൻ ഇവിടെ ഒരു ഷോ നടത്താവോ എന്നിന് അവളും കെഞ്ചുമ്പോഴാണ് അവനും ഞാൻ നിന്നോട് പറഞ്ഞ എനിക്ക് വേറെ പണിയുണ്ട് എനിക്കൊന്നും ഇത് സമ്മതില്ല എന്നിന് അവൻ തർക്കിച്ചോണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.